Good morning. എല്ലാവരെയൊക്കെ ജോയിൻ ചെയ്തോ? 38 പേരായല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയായിരുന്നോ? എല്ലാവരും റീഡ് ചെയ്തായിരുന്നോ? ആരെങ്കിലൊക്കെ യൂട്യൂബിൽ കയറി നോക്കിയായിരുന്നോ? ഡയാലിസിസ് നോക്കിയായിരുന്നോ? ഹീമോഡയാലിസിസ് ഓക്കെ, കണ്ടു. ചെറിയ വീഡിയോസ് കണ്ടില്ലേ? ആനിമേഷൻ പോലെയുള്ളത്, ചെറിയ ഷോർട്ട് വീഡിയോസ് 1 മിനിറ്റ് 1.5 മിനിറ്റിലൊക്കെ ഉള്ളത് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ നോക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കയറിയൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ സമയമുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഞാൻ 1-2 വീഡിയോസ് ഞാൻ എന്റെ ഫോണിലേക്ക് ഷെയർ ചെയ്തിട്ടിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിടാം, ഒന്ന് കാണിക്കാൻ. ഓക്കെ, അപ്പൊ ക്ലാസ്സുകളൊക്കെ ഓക്കെ അല്ലേ നിങ്ങക്ക്? എന്റെ മുഖമാണല്ലേ കൂടുതൽ കാണണേ. നമുക്ക് ആഴ്ചയിൽ 3 ദിവസം വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ലാസ്സൊക്കെ എല്ലാവരും ഓക്കെ ആയിട്ട് പോകുന്നില്ലേ? ഫോളോ ചെയ്ത് പോകുന്നില്ലേ? എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ പറയണോ കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് എന്താണ് പലതരത്തിലുള്ള ഡയാലിസിസ് പറഞ്ഞത് അല്ലെ? അതിൽ ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഹീമോ ഡയാലിസിസ് ആണ്. HD എന്ന്. ഈ മുഖമാണ് ഇഷ്ടം. അയ്യോ, താങ്ക് യു. എനിക്ക് ക്ലാസ് കൂടുതൽ എന്റെ ആഴ്ചയിൽ 3 അവർ ഉണ്ട് എനിക്ക് ഇവിടെ. അടുത്തൊക്കെ ചിലപ്പോ 2 അവറൊക്കെ ഉള്ളൂ. പല ബാച്ചുകളിൽ നമ്മൾ കയറുകയാണല്ലോ. നിങ്ങൾക്ക് എനിക്ക് 3 അവർ ഇട്ടിട്ടുണ്ട്, ടൈം ടേബിൾ സെറ്റ് ചെയ്യണതിന്റെ അനുസരിച്ച്. അപ്പൊ ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ക്ലാസ്സിലൊക്കെ, ക്ലാസ് ടീച്ചർ എന്നുള്ള രീതിയിലും അല്ലെ? എന്റെ മുഖമാണ് നിങ്ങൾ കൂടുതൽ കാണുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഹീമോഡയാലിസിസ് ആണ്. അപ്പൊ ഫസ്റ്റ് ഹീമോഡയാലിസിസ്. അപ്പൊ ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാവീനസ് ഫോൾസ പറയാം കേട്ടോ. അപ്പൊ നോക്കിയേ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഏറ്റവും അത് ചോദിക്കാറുണ്ട് കേട്ടോ. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ്, ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് ഏതാണ്? ഹീമോഡയാലിസിസ് ആണ് ഏറ്റവും കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അത് എക്സാമിന് അങ്ങനെ തന്നെ ചോദിക്കാം. വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ്? ഏതാണ്? ഹീമോഡയാലിസിസ് ആണ്. ഹീമോഡയാലിസിസ് എന്ന് ഹീമോഡയാലിസിസ് is a method in which the dialysis machine and a special filter called an artificial kidney or dialyzer is used. അപ്പൊ ഇതിനകത്ത് ഹീമോഡയാലിസിസ് ചെയ്യാൻ എന്ത് വേണം? ഒരു ഡയാലിസിസ് മെഷീൻ വേണം, പിന്നെ എന്താണ്? ഡയലൈസർ വേണം. ഡയലൈസർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്പെഷ്യൽ ഫിൽറ്റർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കിഡ്നി ആണ് എന്തെന്ന് പറയുന്നത്? ഡയലൈസർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ 2 സംഭവങ്ങൾ വേണം. എന്തൊക്കെ വേണം? ഡയാലിസിസ് ചെയ്യാനുള്ള ഡയാലിസിസ് മെഷീൻ വേണം, ഒരു ഡയലൈസറും വേണം. അത് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. അതിനകത്ത് നോക്കിയേ, ദ ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ ഹീമോഡയലൈസർ eliminate waste and scalpels fluid from the blood. ഈ ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയലൈസർ എന്ത് ചെയ്യുന്നു? വേസ്റ്റിനെ, സ്കൾപ്പൽസ് എന്ന് പറഞ്ഞാൽ അധികമായിട്ട് വരുന്ന കാര്യങ്ങളെ, ഫ്ലൂയിഡ് ഫ്രം ദ ബ്ലഡ്, ബ്ലഡിൽ നിന്നുള്ള അധികമായിട്ട് വരുന്ന ആ കാര്യങ്ങള് ഒക്കെ എന്ത് ചെയ്യുന്നു? അതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നു, അതിനെയൊക്കെ നീക്കം ചെയ്യുന്നു. ഫിൽറ്റേർഡ് ബ്ലഡ്, എന്നിട്ട് ഈ ഫിൽറ്റർ ചെയ്ത ബ്ലഡ് എന്ത് ചെയ്യുന്നു? തിരിച്ച് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റുക ചെയ്യുന്നത്. ദ ഫിൽറ്റേർഡ് ബ്ലഡ് ഈസ് ദെൻ സെൻഡ് ബാക്ക് ടു ദ ബോഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയാലിസിസ് മെഷീൻ. ആ ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ബ്ലഡ് പ്യൂരിഫൈ ചെയ്തിട്ട് ആ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് തിരിച്ച് ആ മെഷീന്റെ ഹെൽപ്പോട് കൂടി തന്നെ ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ആ ബ്ലഡ് തിരിച്ച് കയറ്റുക ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞത് ബിഫോർ സ്റ്റാർട്ടിങ് ഹീമോഡയാലിസിസ്, ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ എന്ത് വേണം? ഒരു ചെറിയൊരു സർജറി വേണം. എന്തിനാ? നമുക്കത് ബ്ലഡ് പുറത്തേക്ക് എടുക്കണ്ടേ? ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സർജറി അവിടെ ആവശ്യമാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വാസ്കുലർ അസസ് സൈറ്റ്.
the opening into one of your blood vessel. നമ്മുടെ ബ്ലഡ് വെസൽ ഏതെങ്കിലും അത് ആപ്റ്റ് ആയിട്ടുള്ള അതിനെ പറ്റിയ ബ്ലഡ് വെസലുകൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ ഒരു ചെറിയൊരു സർജറി ഈ ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ടതായിട്ട് വരും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, വാസ്കുലർ അക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. അത് സാധാരണയായിട്ട് ചെയ്യുന്നത് എവിടെയാ, പേഷ്യൻസിന്റെ ആമിലാണ്, കൈകളിലാണ് അത് സാധാരണയായിട്ട് ചെയ്യുന്നത്. This access site is the important to have an easy way to get blood from the body. അപ്പൊ ഈ access site എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ബ്ലഡ് എടുക്കാനുള്ള ഒരു മാർഗമാണ് അല്ലെ. ആ access site, ആ ഒരു ഓപ്പണിംഗ്, അതെന്ന് പറഞ്ഞാൽ ബ്ലഡ് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ഈസി വേ ആണ്. ഓക്കെ, through the dialyzer and back into the body. അപ്പൊ അതേ കൂടെ എടുക്കുന്നു, ഡയലൈസറിന്റെ സഹായത്തോടു കൂടി ആർട്ടിഫിഷ്യൽ കിഡ്നി അതിന്റെ സഹായത്തോടു കൂടി ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നു, തിരിച്ച് എന്ത് ചെയ്യുന്നു, പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റുക ചെയ്യുന്നത്. അപ്പൊ ബ്ലഡ് എടുക്കാനും തിരിച്ച് പ്യൂരിഫൈ ചെയ്ത് കയറ്റാനും ഒക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് എന്തെന്ന് പറയുന്ന ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വീടിന്റെ ഡോറില്ലേ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റും, അകത്തേക്ക് കയറാനും പറ്റും ആ ഒരു ഡോറിൽ കൂടെ. അതുപോലെ തന്നെ ആക്സസ് സൈറ്റിൽ കൂടെ നമ്മൾ ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്നു, ആ ഡയാലിസിന്റെ സഹായത്തോടുകൂടി ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നു, എന്നിട്ട് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് ആ ഒരു ഓപ്പണിംഗ് കൊണ്ടുകൂടി തന്നെ എന്ത് ചെയ്യുന്നു, അകത്തേക്ക് കയറ്റുകയും ചെയ്യുന്നു. ഇനി നമ്മൾ പറയുന്നത് പല തരത്തിലുള്ള അക്സസ്സുകളാ പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, 3 എക്സാമിന് മാറി മാറി ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഇത്. ഈ ഒരു ചാപ്റ്ററും അതുപോലെ തന്നെ ഒരു 4-5 ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ 3 തരത്തില് നമ്മൾ അക്സസ് സൈറ്റ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, AV ഫിസ്റ്റുല ഒന്നാമത്തെ മെത്തേഡ് ആണ് കേട്ടോ, AV ഫിസ്റ്റുല. രണ്ടാമത്തെയാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്, AV ഗ്രാഫ്റ്റ്. ഓക്കെ, മൂന്നാമത്തെയാണ് നമ്മള് വാസ്കുലർ അക്സസ് കാത്തീറ്റർ. അപ്പൊ അങ്ങനെ 3 തരത്തിലുള്ള ഓപ്പണിംഗിൽ കൂടിയാണ് ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്നത്, പ്യൂരിഫൈ ചെയ്തിട്ട് ബ്ലഡ് തിരിച്ച് അകത്തേക്ക് കയറ്റുന്നതും ഒക്കെ. അപ്പൊ 3 അക്സസ് സൈറ്റുകൾ ഉണ്ടെന്നാ പറയുന്നത്. ഏതൊക്കെയായിരുന്നു പേരുകളൊന്ന് വേഗം ഒന്ന് മനസ്സിലേക്ക് വന്നേ. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, വാസ്കുലർ അക്സസ് കാത്തീറ്റർ. ഓക്കെ, വാസ്കുലർ അക്സസ് കാത്തീറ്റർ. അങ്ങനെ 3 തരത്തിലുള്ള ഓപ്പണിംഗ് ആ ചെയ്യുന്നത്. ഫസ്റ്റ് ഇത് നോക്കിയേ, ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. നമുക്കേതാണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. നോക്കിയേ, an AV fistula is a surgical connection between an artery and vein. എന്താണ് ഇത്? ഫിസ്റ്റുല എന്ന് പറഞ്ഞ എന്താ? ഇസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ. ആർട്ടറി എന്ന് പറഞ്ഞ എന്താ? ധമനികള്, മലയാളത്തിൽ പറയാം ധമനികള്. ബ്ലഡ് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ആർട്ടറീസാണ്, ധമനികളാണ്. ഓക്കെ, arteries carry blood away from the heart. ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് ആർട്ടറീസ് എന്ന് പറയുന്നത്. മലയാളത്തില് ധമനികൾ എന്ന് പറയും. ഓക്കെ, ആർട്ടറി, ARTERY, ധമനി, carry blood away from the heart. ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ആർട്ടറീസ് ആണ്, ആർട്ടറി ആണ്. ആൻഡ് നെക്സ്റ്റ് വെയിൻ. വെയിൻ എന്ന് പറഞ്ഞ എന്താ? വെയിൻ സിരകള്, സിരകള്. ബ്ലഡ് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് വെയിൻസ് എന്ന് പറയുന്നത്. വെയിൻ ക്യാരി ബ്ലഡ് ടു ഹാർട്ട്, ക്യാരി ബ്ലഡ് ടു ഹാർട്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ആർട്ടറിയും വെയിനും മനസ്സിലായില്ലേ? ആർട്ടറി എന്ന് പറഞ്ഞാൽ ധമനികളാണ്. ബ്ലഡ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആർട്ടറീസ് ആണ്. ഇനി വെയിൻ എന്ന് പറഞ്ഞാൽ സിരകള്. സിരകൾ എന്താ ചെയ്യുന്നത്? ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത്. ക്യാരി ബ്ലഡ് ടു ഹാർട്ട്, ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന കുഴലാണ് വെയിൻ എന്ന് പറയുന്നത്.
അപ്പൊ എന്താ ഇങ്ങനെ ഈ ആർട്ടറിയും വെയിനും തമ്മിലുള്ള ഒരു സർജിക്കൽ കണക്ഷനെയാണ് എന്തെന്ന് പറയുന്നത് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കാം. ഫസ്റ്റ് ലൈൻ വളരെ ശ്രദ്ധിച്ചു നോക്കുക, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഡാഷ് ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് വെയിൻ. ഏതാ ആൻസർ ചെയ്ത് എഴുതും നമ്മള് AV ഫിസ്റ്റുല. നിങ്ങൾ ഇനി ആ ഒരു പിക്ചർ നോക്കിയൊന്ന്, അതിനകത്ത് കണ്ടോ ആ റെഡ് കളറിൽ കാണിച്ചേക്കുന്ന ആർട്ടറി ആണ്. ഓക്കെ, ആർട്ടറി ആർട്ടറി. പിന്നെ നീല നിറത്തിൽ കാണിച്ചേക്കണോ വെയിൻസ് ആണ്, അത് വെയിൻ ആണ് അത് കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്തേക്കുന്നു AV ഫിസ്റ്റുല കണ്ടോ, ആ ആർട്ടറിയും വെയിനും തമ്മിൽ എന്ത് ചെയ്യുന്നു സർജിക്കൽ കണക്ഷൻ കണ്ടോ, സർജിക്കൽ കണക്ഷൻ ചെയ്യുന്നു, രണ്ടും കൂടി കണക്ട് ചെയ്യുന്നു കണ്ടോ. പിക്ചറിൽ ക്ലിയർ ആയിട്ട് കാണാം. റെഡ് കളറിലെ ആർട്ടറി, ബ്ലൂ നിറത്തിൽ കാണിച്ചേക്കുന്ന വെയിൻസ്, അത് രണ്ടും തമ്മിൽ സർജിക്കൽ കണക്ഷൻ, അതിനെയാണ് എന്തെന്ന് പറയുന്നത് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ലൈൻ നോക്കി വെക്കാം കേട്ടോ, മാറിപ്പോരുത്. ഡാഷ് ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് വെയിൻ. ആർട്ടറിയും വെയിനും തമ്മിലുള്ള ആ സർജിക്കൽ കണക്ഷനെയാണ് എന്തെന്ന് പറയുന്നത് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഫിസ്റ്റുല ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ആം. സാധാരണയായിട്ട് എവിടെയാണ് നമ്മൾ ചെയ്യുന്നത്, ഫിസ്റ്റുല ചെയ്യുന്നത് എവിടെയാ, ഈ സർജറി ചെയ്യുന്നത് ആമിലാണ്, കൈകളിലാണ് ചെയ്യുന്നത്. ഇഫ് ദ ആർട്ടറീസ് ഇൻ ദ ആം ആർ നോട്ട് ലാർജ് ഓർ ഹെൽത്തി ഇനഫ് ഇറ്റ് ക്യാൻ ഓൾസോ ബി പുട്ട് ഇൻ ദ ലെഗ്സ്. അപ്പൊ ഇനി കൈകളിലുള്ള രക്തക്കുഴലുകൾ ആർട്ടറീസ് നമുക്ക് അത്രയും ലാർജ് അല്ല, അത്രയും വലുപ്പമില്ല, അല്ലെങ്കിൽ അത് ഹെൽത്തി അല്ല, ആവശ്യത്തിന് ആ കുഴലുകൾക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ, ധമനികൾക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ അത് നമുക്ക് എവിടെയും ചെയ്യാം, പുട്ടില്ല. ഇറ്റ് ക്യാൻ ഓൾസോ ബി പുട്ടിൻ ദ ലെഗ്. അപ്പൊ ഫസ്റ്റ് പ്രിഫറൻസ് ഏതിനാ കൊടുക്കുന്നത്, ആമിലാണ്. സാധാരണയായിട്ട് നമ്മൾ കയ്യിലാണ് ഇത് ഈ ഫിസ്റ്റുല എന്ന് പറഞ്ഞ സർജറി ചെയ്യാറ്, എങ്കിലും കൈകളിലുള്ള ആ ധമനിക്ക് അത്രയും വലുപ്പമില്ല, അല്ലെങ്കിൽ ഹെൽത്തി അല്ലെങ്കിൽ നമുക്കത് കാലിലാണെങ്കിലും ചെയ്യാം. ഓക്കെ, ഇറ്റ് ക്യാൻ ഓൾസോ ബി പുട്ട് ഇൻ ദ ലെഗ്. ലെഗിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നോക്കിയേ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് നാച്ചുറൽ അസസൈറ്റ് it formed from the blood vessel. ഇതെന്ന് പറഞ്ഞാൽ ഇത് ബ്ലഡ് വെസൽസിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. ഇത് മോസ്റ്റ് നാച്ചുറൽ അസസൈറ്റ് ആണ്. Is the most natural astrocyte and it is the formed from the blood vessel. ഇത് ബ്ലഡ് വെസലിൽ നിന്നാണ് ഇത് രൂപപ്പെടുന്നത്. Okay, it has the rarest chance of infection and folding. അതുകൊണ്ടാണ് മോസ്റ്റ് നാച്ചുറൽ അസസൈറ്റ് എന്ന് പറയാൻ കാര്യം. എന്താ, അതിന് ഈ ഒരു സർജറി നമ്മൾ ചെയ്യുമ്പോഴൊക്കെ എന്താണെന്ന് വെച്ചാൽ അതേക്കുള്ള ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ബ്ലഡ് ക്ലോട്ട് ആവാനോ അല്ലെങ്കിൽ വേറെ ഇൻഫെക്ഷന്റെ സാധ്യതയൊക്കെ വളരെ കുറവാണ് ഇതിൽ കൂടെ ചെയ്യുമ്പോൾ. ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്. കണ്ടോ, ഇൻഫെക്ഷൻ ആവാനോ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവാനൊക്കെ ഉള്ള ഒരു ചാൻസ് വളരെ കുറവാണ് ഈ AV ഫിസ്റ്റുല എന്ന് പറഞ്ഞ സർജറി ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മോസ്റ്റ് നാച്ചുറൽ അസസൈറ്റ് ആണ് നമുക്ക് ഇവിടെ പറയാം. ഓക്കെ, അതാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം, സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് വെയിൻ. സാധാരണയായിട്ട് ആംസിലാണ് ക്രിയേറ്റ് ചെയ്യാറ്, പക്ഷെ ആംസിൽ ഇനി ആ ആർട്ടറി അത്ര വലുതല്ല, ഹെൽത്തി അല്ലെങ്കിൽ നമുക്ക് ലെഗിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് ബ്ലഡ് വെസൽസിൽ നിന്നാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതിന് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ക്ലോട്ടിങ്ങിനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് മോസ്റ്റ് നാച്ചുറൽ അസസൈറ്റ് ആണ് ഈ AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ ഡോക്ടേഴ്സ് ഇത് ഡയാലിസിസിന് മുന്നേ സർജറി ചെയ്യണമെങ്കിൽ പ്രിഫറൻസ് AV ഫിസ്റ്റുലയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്താണ് AV ഗ്രാഫ്റ്റ്. ഗ്രാഫ്റ്റും ചെയ്യാം നമുക്ക്. അടുത്തൊരു സർജറിയാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്, AV ഗ്രാഫ്റ്റ്. AV ഗ്രാഫ്റ്റ്. AV graft is a kind of access used for hemodialysis. ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള അസസ് ആണ് ഇത് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്, ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്. ഹീമോഡയാലിസിസിന് HAE എന്നുണ്ട് കേട്ടോ, HAE-MO എന്നുണ്ട്. ഇവിടെ നമ്മള് അവിടെ ഒരു HE തന്നിട്ടുള്ളൂ, HAE-MO ഹീമോഡയാലിസിസ്.
രണ്ടാമത്തെ AV ഗ്രാഫ്റ്റ് ആണ്. നോക്കിയേ, the graft is normally placed in the arm but may be placed in the leg if needed. മറ്റതുപോലെ തന്നെ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ആർമിൽ തന്നെയാണ്, കൈകളിലാണ് ഈ ഫിസ്റ്റുല എന്ന് പറഞ്ഞ് ചെയ്യാറ്. പക്ഷേ നമുക്കത് എവിടെ വേണമെങ്കിലും ആവശ്യമാണെങ്കിൽ നമുക്ക് ലെഗിൽ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ ഇനിയിപ്പോ ബ്ലഡ് വെസലൊക്കെ അത്ര ഹെൽത്തി അല്ല, ലാർജ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലെഗിലും ചെയ്യാം. പിന്നെ ഇതിനകത്തൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. നോക്കിയേ, an AV graft is the connection of vein and artery that uses a hollow synthetic tube. It is a connection of vein and artery that uses a hollow synthetic tube. The actual graft കണ്ട പിക്ചർ ഇനി ഒന്ന് നോക്കിയേ നിങ്ങളവിടെ. അവിടെ വെറുതെ കണക്ട് ചെയ്തേക്കല്ല, ആർട്ടറിയും വെയിനും വെറുതെ കണക്ട് ചെയ്തേക്കല്ല, അതിന്റെ ആർട്ടറിയിൽ നിന്ന് ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. അതൊരു ട്യൂബാണ് കണ്ടോ, ആ വളഞ്ഞ് ഫ്ലെക്സിബിൾ ആയിട്ട് വളച്ചു വെച്ചേക്കണുണ്ടോ. ആർട്ടറിയിൽ നിന്ന് ആർട്ടറിയുടെ അവിടെ സർജറി ചെയ്ത് ആ ട്യൂബ് അവിടെ ഫിക്സ് ചെയ്യും, ഒരറ്റം മറ്റേ അറ്റം വെയിനിലേക്ക് കണക്ട് ചെയ്യുന്നത് കണ്ടോ. അത് അപ്പൊ ആ ട്യൂബ് വെച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നതിനെയാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കും. Dash is a connection of vein and an artery that uses a hollow synthetic tube. ആദ്യത്തെ പെട്ടെന്ന് കണക്ഷൻ കണ്ടുകൊണ്ട് ഗ്രാഫ്റ്റ് എഴുതരുത്, ഫിസ്റ്റുല എഴുതരുത്. നമ്മൾ ഗ്രാഫ്റ്റില് പ്രത്യേകം പറയുന്നുണ്ട് ഏതാണ്, എന്തുപയോഗിച്ച് അവിടെ കണക്ട് ചെയ്യുന്നത്. അവിടെ ഹോളോ സിന്തറ്റിക് ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ആ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റല്ലേ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കി ഇല്ലേ, കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതായത് ആ ട്യൂബ് വെച്ചിട്ടാണ്, ഹോളോ സിന്തറ്റിക് ട്യൂബ് വെച്ചിട്ടാണ് ആർട്ടറിയും വെയിനും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെ ചോദിക്കൂട്ടോ എക്സാമിന്, ശ്രദ്ധിച്ച് എഴുതുക, അണ്ടർലൈൻ ചെയ്തിടുക ആ സെന്റൻസ്. AV graft is the connection of the vein and artery that uses a ക്ലിയർ അല്ലേ? ഇപ്പൊ ഞാനിവിടെ ഇപ്പൊ നിങ്ങൾ ഷെയർ ചെയ്തേക്കുന്നതിലൊന്ന് നോക്കി. അത്രേ ഉള്ളൂ. അതായത് വെയിനും ആർട്ടറിയും തമ്മിൽ ഒരു ട്യൂബ് വെച്ചിട്ട് കണക്ട് ചെയ്തേക്കും. അത്രയാണ് ഏത് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടെക്സ്റ്റിൽ നിങ്ങൾ ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് ഏതെങ്കിലും ചോദിക്കാട്ടോ എക്സാമിന്. ഒന്നിന് AV ഗ്രാഫ്റ്റ്, AV ഫിസ്റ്റുല, വാസ്കുലർ അക്സസ് കാത്തീറ്റർ, ഇതിന്ന് മൂന്നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കാം, AV graft is the connection of the vein and an artery that uses a hollow synthetic tube. അത്രയും അണ്ടർലൈൻ ചെയ്തിട്ട് ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. one end of the tube is attached to an artery. ആ ട്യൂബിന്റെ ഒരു വശം എങ്ങോട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത്, ആർട്ടറിയിലേക്ക്. കണ്ടോ, ഒരറ്റം ആർട്ടറിയിലേക്ക് അറ്റാച്ച് ചെയ്തു. At the other end of the tube is attached to vein. അടുത്ത എൻഡ് ഏതിലേക്കാ, വെയിനിലേക്കും. ഇപ്പൊ ക്ലിയർ ആയോ? ആ ട്യൂബിന്റെ ഒരു വശം ആർട്ടറിയിലേക്കും എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് അത് നമ്മൾ അതിലേക്ക് ചെയ്ത് തന്നെ ട്യൂബ് ഫിക്സ് ചെയ്തിടാം. അതൊരു നീഡിൽ പോലത്തെ സംഭവം ഉണ്ട്. അത് ഞാൻ പറഞ്ഞ ഈ ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് ഞാൻ 5 മിനിറ്റ് എടുത്തിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്തിടാം. ഇത് മൂന്നും ഞാൻ എന്റെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും മനസ്സിലാക്കി വെക്കുക. ആ ട്യൂബിന്റെ ഒരു വശം നമ്മൾ എങ്ങോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ആർട്ടറിയിലേക്ക്. അടുത്ത വശം വെയിനിലേക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിയേ, ദിസ് കണക്ഷൻ result in blood flow from high pressure artery through the graft and into low pressure vein. അപ്പൊ ഇങ്ങനെ കണക്ഷൻ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ അതിന്റെ ഫലമായിട്ട് ബ്ലഡിന്റെ ഫ്ലോ റേറ്റ് വ്യത്യാസം വരും. ഓക്കെ, അതായത് ബ്ലഡ് ഫ്ലോ ഫ്രം ഹൈ പ്രഷർ ആർട്ടറി, ഹൈ പ്രഷർ ആർട്ടറി കണ്ടോ, ആ ആർട്ടറിയിലെ പ്രഷർ അവിടെ ഹൈ പ്രഷർ ആയിരിക്കും. അപ്പൊ ആ ഒരു ഫ്ലോ റേറ്റ് വ്യത്യാസം വരും എന്നാ പറയുന്നത്. ഈ ഒരു ഇതിന്റെ ഫലമായിട്ട് നമുക്ക് ആ ഹൈ പ്രഷറിലുള്ള ആർട്ടറിയിൽ നിന്ന് എങ്ങോട്ടേക്ക് ബ്ലഡ് വരും, ലോ പ്രഷർ വെയിനിലേക്കും ഒരു ബ്ലഡ് പ്രഷർ ആ ഒരു വേരിയേഷൻ വരും. ബ്ലഡിന്റെ പ്രഷറിൽ ഒരു വേരിയേഷൻ വരും. അപ്പൊ ആർട്ടറിയിൽ നിന്ന് വെയിനിലേക്കും ആ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യും. Consequently, the blood flow through the graft
provide a flow rate that will supply enough blood to provide a suitable hemodialysis treatment. Okay, അപ്പൊ ആ ഒരു ഫ്ലോ റേറ്റ് ഇപ്പൊ നോക്കിയ വെള്ളം അനങ്ങാതെ തന്നെ കിടക്കുകയാണെങ്കിൽ നമുക്കൊരു മോളിൽ നിന്ന് താഴേക്കൊക്കെ വരുമോ? അപ്പൊ നമ്മുടെ ടാങ്കിൽ മുകളിലുള്ള വെള്ളം ഇരിക്കുന്നത് അല്ലെ, താഴേക്ക് വന്ന ഒരു ഫ്ലോ റേറ്റ് വേണ്ടേ? എന്നുവെച്ചാൽ നമ്മൾ ഹൈ പ്രഷറിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരണ്ടേ? സമനിലയായിട്ട് കിടക്കുകയാണെങ്കിൽ വെള്ളം ഒഴുകില്ല, അനങ്ങാതെ തന്നെ കിടക്കും. അപ്പൊ നമ്മള് ഒരു പുഴയിലൊക്കെ ആണെങ്കിലും നമ്മൾ വെള്ളം ഇങ്ങനെ വെച്ചാൽ നമ്മൾ അത് മുകളിൽ നിന്ന് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു മലയിൽ നിന്ന് വെള്ളമൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രഷർ വേരിയേഷൻ വരുമ്പോഴാണ് അത് ഫ്ലോ ഒഴുകുന്നത് അല്ലെ. അനങ്ങാതെ വെള്ളം നേരെ ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ഒറ്റ ഇതിനകത്ത് നിരപ്പിൽ തന്നെ കിടക്കുകയാണെങ്കിലും അത് ആ പ്രഷറിൽ വ്യത്യാസമൊക്കെ ഇല്ലെങ്കിലും അത് ഒഴുകൂല. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ഗ്യാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ആർട്ടറിയില് ഹൈ ഫ്ലോ ഹൈ പ്രഷർ ഹൈ ഫ്ലോ അല്ലെങ്കിൽ ആ ഹൈ പ്രഷറിൽ നിന്ന് എങ്ങോട്ട് താഴേക്ക് ലോ ഫ്ലോ ലോ പ്രഷർ വെയിനിലേക്ക് വരും. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന അപ്പൊ ആ ഫ്ലോ റേറ്റ് ഇല്ലേ, ആ ഫ്ലോ റേറ്റ് ആണ് നമുക്ക് സ്യൂട്ടബിൾ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ആ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. This will supply enough blood to provide a suitable hemodialysis treatment. ആ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇനഫ് നമുക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് ആ ഫ്ലോ റേറ്റ് കൊണ്ടാണ്. അതുകൊണ്ടാണ് and AV graft to provide a solution for a small or weak vein. അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഇപ്പൊ നമ്മുടെ വെയിൻസ് ചെറുതാണെങ്കിൽ വീക്ക് ആണെങ്കിൽ അപ്പൊ അതിന് പകരം നമുക്ക് എന്താ ഇത് AV graft ചെയ്യാം. അപ്പൊ അതൊരു പ്രത്യേക നോട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. AV graft to provide a solution for small or weak vein. ചെറിയ വെയിനുകൾക്ക് വീക്ക് ആയിട്ടുള്ള വെയിനുകൾക്ക് ഒരു സൊല്യൂഷൻ ആണ് AV graft എന്ന് പറയുന്നത്. ഓക്കെ, AV graft to provide a solution for small or weak vein. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ? AV graft എന്ന് പറഞ്ഞാൽ വെയിനും ആർട്ടറിയും തമ്മിൽ ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരറ്റം ആർട്ടറിയിലേക്കും ട്യൂബിന്റെ മറ്റേ വശം വെയിനിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താ ആർട്ടറിയിൽ ഒരു ഫ്ലോ റേറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ആർട്ടറിയിൽ ഹൈ ഫ്ലോ ഹൈ പ്രഷർ ആർട്ടറിയിൽ നിന്ന് ലോ പ്രഷർ വെയിനിലേക്ക് ആ ബ്ലഡ് എന്ത് ചെയ്യുന്നു പാസ് ചെയ്യും. അപ്പൊ ഈ ഇങ്ങനെയുള്ള ആ ബ്ലഡിന്റെ ആ ഫ്ലോ റേറ്റ് ആണ് ശരിക്കും എന്താണ് നമുക്ക് അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് സംശയം ഉണ്ടാവും, ഞാനത് വീഡിയോ ഞാൻ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ആ ഫ്ലോ റേറ്റ് ആണ് എന്താണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമുക്ക് എന്താണ് ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് സ്മോൾ അല്ലെങ്കിൽ വീക്ക് വെയിനുള്ള ഒരു സൊല്യൂഷൻ ആണ് AV ഗ്രാഫ്റ്റ്. അപ്പൊ ചോദിക്കാം, സ്മോൾ അല്ലെങ്കിൽ വീക്ക് വെയിനിൽ നമ്മൾ ഏതാണ് പ്രത്യേകം ചെയ്യുന്നതെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. AV ഗ്രാഫ്റ്റ് എഴുതാം, ആ ലൈനും കൂടി അണ്ടർലൈൻ ചെയ്തതാട്ടോ. AV ഗ്രാഫ്റ്റ് പ്രൊവൈഡ് എ സൊല്യൂഷൻ ഫോർ സ്മോൾ ഓർ വീക്ക് വെയിൻ. ഇനി അടുത്തതാണ് വാസ്കുലർ അക്സസ് കത്തീറ്റർ എന്ന് പറയുന്നത്. വാസ്കുലർ അക്സസ് കത്തീറ്റർ ഇത് നോക്കിയേ, ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ട്യൂബ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ലാർജ് വെയിൻ യൂഷ്വലി ഇൻ യുവർ നെക്ക് only for short time hemodialysis. എക്സാമിന് ചോദിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആദ്യത്തെ രണ്ടെണ്ണം AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റ് ലോങ് ടൈം ഹീമോഡയാലിസിസിൽ ഉപയോഗിക്കുന്നതാണ്. അതിൽ കൂടെ നമുക്ക് ഡയാലിസിസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാം. ലോങ് ടൈം യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അത് രണ്ടും. എന്നാൽ ഇത് നോക്കി, പെട്ടെന്ന് ഒരു വ്യക്തിക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ പെട്ടെന്നാവുമ്പോ ഇങ്ങനെയുള്ള സർജറി ചെയ്ത് അതിന്റെ മുറിവ് ഉണങ്ങി അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാൻ കുറെ സമയം എടുക്കൂലേ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഡയാലിസിസ് ചെയ്യേണ്ട ഒരു കേസ് വരുമ്പോൾ ഡോക്ടർ വാസ്കുലർ അക്സസ് കത്തീറ്റർ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് അതിൽ കൂടെ ഒരുപാട് നാളുകൾ ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല. അതാണ് പറയുന്നത് ഷോർട്ട് ടൈം ഹീമോ ഡയാലിസിസിന് ഉപയോഗിക്കുന്നതാണ് വാസ്കുലർ അക്സസ് കത്തീറ്റർ. ഏതാണ്? വാസ്കുലർ അക്സസ് കത്തീറ്റർ. ഇത്രയേ ഉള്ളൂ. അതിൽ കൂടെ നമുക്ക് കുറെ നാള് ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ,
അപ്പൊ പെട്ടെന്ന് ഒരു ഡയാലിസിസ് ഒക്കെ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാല് നമുക്ക് ഈ സർജറി ചെയ്ത് അതിന്റെ മുറിവ് ഉണങ്ങാനുള്ള സമയമില്ലല്ലോ. അപ്പോൾ ഡോക്ടർ എന്താണ് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ വാസ്കുലർ ആക്സസ് കത്തീറ്റർ ആ ഒരു ഓപ്പണിംഗ് ആണ്, ആ ആക്സസ് സൈറ്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അറിയിക്കണേ. അത് കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണം. അതൊക്കെ സാധാരണ അത് നിങ്ങൾക്ക് അവിടെ പറയുന്നുണ്ട് കേട്ടോ. അത് വെച്ചാൽ മറ്റേ സർജറി ഒക്കെ ചെയ്ത് മുറിവ് ഉണങ്ങണ വരേക്കും വേണമെങ്കിൽ നമുക്ക് ആ ഹീമോഡയാലിസിസ് അതിൽ കൂടെ ചെയ്യാൻ പാകമാകുന്നത് വരെ താൽക്കാലികമായിട്ട് വേണമെങ്കിൽ നമുക്ക് വാസ്കുലർ ആക്സസ് കത്തീറ്റർ ഉപയോഗിക്കാം. ഇവിടെ താഴെ ഡീറ്റെയിൽ പറയുന്നുണ്ട്, ഒന്ന് നോക്കിയേ. It is a flexible tube that is placed in a large vein, usually in your neck, only for short-term hemodialysis. Which of the following access site is used for short-term hemodialysis? Option കൊടുക്കും AV fistula, AV graft, CL കൊടുക്കും vascular access catheter, none of the above. Option D. അപ്പൊ നമ്മൾ ഏത് എഴുതും? ഷോർട്ട് ടൈം ഹീമോഡയാലിസിന് വാസ്കുലർ ആക്സസ് കത്തീറ്റർ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഷോർട്ട് ടൈം ഹീമോഡയാലിസിന് വാസ്കുലർ ആക്സസ് കത്തീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. മനസ്സിലാക്കി വെക്കാം. If the kidney disease has progressed rapidly, പെട്ടെന്ന് നമ്മുടെ കിഡ്നിക്ക് രോഗമൊക്കെ കൂടുകയാണെങ്കിൽ a patient may not have the time for placement of an AV fistula or AV graft before beginning hemodialysis treatment. നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാ, ഇപ്പൊ പെട്ടെന്ന് ഒരാൾക്ക് കിഡ്നി രോഗം കൂടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്താ ഈ ഹീമോഡയാലിസിസ് തുടങ്ങുന്നതിന് മുന്നേ AV ഫിസ്റ്റുലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്യാനുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല അല്ലെ? അപ്പോഴാണ് ഏത് വാസ്കുലർ ആക്സസ് കത്തീറ്റർ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. നെഫ്രോളജിസ്റ്റ് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. നെഫ്രോളജിസ്റ്റ്, എ ഡോക്ടർ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ കിഡ്നി പ്രോബ്ലം ഓർ ആൻ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. ഓക്കെ, പിന്നെ അത് നോക്കാം. നെഫ്രോളജിസ്റ്റ് ആരാ? എ ഡോക്ടർ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ കിഡ്നി പ്രോബ്ലം. കിഡ്നി പ്രോബ്ലത്തിന് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടറാണ് നെഫ്രോളജിസ്റ്റ്. അണ്ടർലൈൻ ചെയ്തിട്ടേ സെന്റൻസ്. എ ഡോക്ടർ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ കിഡ്നി പ്രോബ്ലം ആരാണ്? നെഫ്രോളജിസ്റ്റ്. ഇനി PHROLOGIST, നെഫ്രോളജിസ്റ്റ്. Or an interventional radiologist. Okay, radiology നിങ്ങൾക്ക് പഠിക്കാണ്ട്. A doctor who utilize medical imaging tool to execute operation and perform the venous catheter placement procedure in a hospital or an outpatient center. Okay, അപ്പോൾ ഈ ആരാണ്? ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഡിസീസ് ഐഡന്റിഫൈ ചെയ്യുക മാത്രമല്ല, അതായത് നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കുകയാണ്. അതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കുന്നു. നോക്കിയാൽ അതിനകത്ത് പറയുന്ന എ ഡോക്ടർ ഹു യൂട്ടിലൈസ് മെഡിക്കൽ ഇമേജിംഗ് ടൂൾ. മെഡിക്കൽ ഇമേജിംഗ് ടൂൾ റേഡിയോളജിയിൽ എന്താ ചെയ്യുന്നത്? റേഡിയോളജി നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് റേഡിയോളജി. അതിനകത്ത് ഇമേജിംഗ് ടൂളുകൾ ഏതൊക്കെയാ? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാന്, MRI സ്കാൻ തുടങ്ങിയ മെഡിക്കൽ ഇമേജിംഗ് ടൂള് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പറേഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നിർവഹിക്കുക. ഓപ്പറേഷൻസ് ഒക്കെ നിർവഹിക്കും. പലതരത്തിലുള്ള വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് പ്രൊസീജിയർ ഹോസ്പിറ്റലുകളിലും ഔട്ട് പേഷ്യന്റ് ക്ലിനിക് സെന്ററിലും ഒക്കെ പെർഫോം ചെയ്യാൻ പാകത്തിനുള്ള ഡോക്ടറാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങളൊന്ന് നോക്കി വെക്കുക. എ ഡോക്ടർ ഹു യൂട്ടിലൈസ് മെഡിക്കൽ ഇമേജിംഗ് ടൂൾ ആൻഡ് ടു എക്സിക്യൂട്ട് ഓപ്പറേഷൻസ്. അതാരാണ്? ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നതിന് മെഡിക്കൽ ഇമേജിംഗ് ടൂളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ എടുത്തിട്ടില്ലേ? എക്സ്റേയോ CTയോ സ്കാനൊക്കെ ചെയ്തവരില്ലേ? എക്സ്റേ ഒക്കെ എടുത്തിട്ടുള്ളവരൊക്കെ ഇല്ലേ? ഇമേജിംഗ് ടൂളാണ് അല്ലെ? ഡോക്ടറിന് ഇപ്പൊ നേരിട്ട് നമ്മളിപ്പോ പെട്ടെന്ന് നമുക്ക് വയ്യ, കൈ ഒന്ന് വീണു, പെട്ടെന്ന് കൈക്ക് വേദന വന്നു, നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ അപ്പൊ തന്നെ പറയും എക്സ്റേ എടുത്തോണ്ട് വരാൻ പറയൂ അല്ലെ? എക്സ്റേ എടുത്ത് എക്സ്റേകൾ നോക്കി കഴിയുമ്പോഴാണ് അറിയുന്നത് നമുക്ക് ബോൺസിന് എന്തെങ്കിലും ഒടിവുണ്ടോ, അത് സ്ക്രാച്ച് വീണതാണോ, എത്ര പൊട്ടുണ്ട്, ഇതൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണും. എന്നിട്ട് വേണം ഡോക്ടറിന് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും തരാനായിട്ട് അല്ലെ?
അപ്പൊ അങ്ങനെ നമ്മൾ ആ ഇമേജിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട്, അത് ഇമേജിംഗ് ടൂൾ ആയിരിക്കാ, എക്സ്റേ ഉണ്ട്, CT സ്കാൻ ഉണ്ട്, MRI ഉണ്ട്, അൾട്രാസൗണ്ട് ഉണ്ട്. അത് നമുക്ക് അന്നേരം റേഡിയോളജിയിൽ ഡീറ്റെയിൽ പഠിക്കാൻ കേട്ടോ. അന്നേരം ഓരോന്നും നമുക്ക് നോക്കാം. അപ്പൊ മെഡിക്കൽ ഇമേജിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ഓപ്പറേഷൻസുകളൊക്കെ പെർഫോം ചെയ്യുകയും വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് പ്രൊസീജിയർ, വീനസ് കത്തീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, കത്തീറ്റർ എന്താ, നമ്മള് ഒരു കത്തീറ്റർ ഈ നമ്മുടെ വെയിനിൽ കൂടെ കൊടുക്കുന്നത് വീനസ് കത്തീറ്റർ വെച്ചാൽ ഒരു ട്യൂബ്, അതിന്റെ ടിപ്പില് നീഡിലുണ്ടാവും. ഇപ്പൊ നമ്മള് ഈ കാർഡിയോളജിസ്റ്റ് കത്തീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് എക്സ്റേ, CT, അൾട്രാസൗണ്ട്, MRI. അത് ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് റേഡിയോളജിയിൽ ഡീറ്റെയിൽ പഠിക്കാണ്ട്. ഇങ്ങനെ 4 ഫസ്റ്റ് പേജില് റേഡിയോളജിയുടെ 4 പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ നമുക്ക് അന്നേരം അവിടെ പറയാം. ഇപ്പൊ ഞാൻ തൽക്കാലം പറയുന്നില്ല, വെച്ചാൽ അവിടെ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാണ്ട്. ആ ഒരു സെക്ഷൻ അവിടെ ഉണ്ട്. റേഡിയോളജിയുടെ ഫസ്റ്റ് പേജിൽ ഓരോന്നും പഠിക്കാനുണ്ട്. എക്സ്റേ പഠിക്കാനുണ്ട്, CT സ്കാൻ, MRI, അൾട്രാസൗണ്ട്, ഇതിന്റെ ഡിഫറൻസും എന്തൊക്കെയാണെന്നുള്ളത് അവിടെ നമുക്ക് പഠിക്കാൻ കേട്ടോ. അന്നേരം പറഞ്ഞ പോരെ, എല്ലാം കൂടിയും നമുക്ക് ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഇമേജിംഗ് ടൂളിന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അന്നേരം എന്തായാലും അവിടെ നമ്മൾ പഠിക്കും. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്ററുകളിലേക്ക് കടക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ മെഡിക്കൽ ഇമേജിംഗ് ടൂൾ എന്താന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഏതൊക്കെയാ, എക്സ്റേ, CT, MRI, അൾട്രാസൗണ്ട് ഒക്കെ. അങ്ങനെ മെഡിക്കൽ ഇമേജിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുകയും വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് ഹോസ്പിറ്റലിലും ഔട്ട് പേഷ്യന്റിലും ഒക്കെ ഈ ഹോസ്പിറ്റലിലും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ റേഡിയോളജിയിലേക്ക് വന്നില്ലേ? നമ്മൾ റേഡിയോളജി എടുത്തല്ലേ? യെസ്. ഞാന് നിങ്ങളുടെ അടുത്ത ബാച്ചാന്ന് വിചാരിച്ചാട്ടോ ഞാൻ പറഞ്ഞത്, പഠിക്കൂന്ന് പറഞ്ഞത്. നമ്മൾ പഠിച്ചല്ലേ? എന്നിട്ട് ഇവിടെ എന്താ ഡിഫറൻസ് ഒക്കെ ഇവിടെ ചോദിച്ചല്ലോ മെസ്സേജിട്ട്. നമ്മൾ പഠിച്ചതാണല്ലോ. റേഡിയോളജിയിൽ 4 നമ്മൾ പഠിച്ചല്ലേ? നമ്മൾ എക്സ്റേ, അൾട്രാസൗണ്ട്, CT ഒക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. ഓക്കെ, അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി. ആ ഒരു പേജ് ടെക്സ്റ്റിൽ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് ഓർമ്മ കിട്ടും. ഓരോന്നും നമ്മൾ പഠിച്ചതാണ്. അത് പല ബാച്ചിൽ കയറുന്നോണ്ടേ നമ്മൾ ആ ഓർഡർ ഞാനതാ, നമ്മളിപ്പോ ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി, ബ്ലഡ് ബാങ്ക്, CSST കഴിഞ്ഞിട്ടാണ് റേഡിയോളജി എടുത്തത് അല്ലെ? CSST കഴിഞ്ഞു, റേഡിയോളജി എടുത്തു, ഡയറ്ററി എടുത്തു, ഡയാലിസിസ്. ഡയാലിസിസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ചാപ്റ്ററുകൾ നമ്മൾ കവർ ചെയ്തു. ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി, ബ്ലഡ് ബാങ്ക്, CSST, റേഡിയോളജി, ഡയറ്ററി, ഡയാലിസിസ്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിയേ. അപ്പൊ വേറെ ഡീറ്റെയിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് ക്ലിയർ ആവാത്തെ? ഇപ്പൊ ഞാൻ പറഞ്ഞ ഓർഡർ ആണോ? നമ്മൾ എടുത്ത ചാപ്റ്ററിന്റെ ഓർഡർ ആണോ? അതിപ്പോ നമ്മൾ വായിക്കുന്ന പാരഗ്രാഫ് ആണോ? ഏതാ? ഒന്ന് പറയോ? എക്സ്റേയോ? എക്സ്റേ, CT ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ആ ചാപ്റ്ററിലോ. എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോൺസിന്റെ കാര്യത്തില്, പ്രത്യേകിച്ച് ബോൺസുകളുടെ കാര്യം നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്റേ ചെയ്യുന്നത്. ബോൺസിന് എന്തെങ്കിലും മുറിവുണ്ടോ, പൊട്ടലുണ്ടോ, സ്ക്രാച്ച് ഉണ്ടോ, അങ്ങനെയൊക്കെ ഉള്ളത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്യട്ടോ. പിന്നെ അൾട്രാസൗണ്ട് നമ്മൾ പറഞ്ഞ ഏറ്റവും സേഫസ്റ്റ് ആണ്. നമ്മൾ ഭ്രൂണത്തെ, എംബ്രിയോ ഒക്കെ നോക്കാനായിട്ട്, ഫീറ്റസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയാണ് അൾട്രാസൗണ്ട്. പിന്നെ CT, കമ്പ്യൂട്ടർ ടോമോഗ്രാഫി പറഞ്ഞു. പിന്നെ അടുത്ത് MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ആ 4 നമ്മൾ പഠിച്ചതാണ്. ഒന്ന് വായിച്ചു നോക്കിയത് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഹോസ്പിറ്റലുകളിലും ഔട്ട് പേഷ്യന്റ് സെന്ററിലും ഒക്കെ മെഡിക്കൽ ഇമേജിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്ന ഡോക്ടർ ആണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ നെഫ്രോളജിസ്റ്റും ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റും പറയുന്നുണ്ട്. The patient gets local anesthesia and sedation to be calm and relax in the course of this procedure. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആ കത്തീറ്റർ ഒക്കെ നമ്മൾ ഇതിന്റെ ആ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്താ പേഷ്യൻസ് ഒന്ന് മയക്കണം, അവരെ അനസ്തേഷ്യ കൊടുക്കണം. ആൻഡ് സെഡേഷൻ ടു ബി കാം, അവർ കാം ആയിട്ടിരിക്കാൻ, റിലാക്സ് ചെയ്യണം. ആ പ്രൊസീജിയർ ചെയ്യുമ്പോൾ കാം ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അനസ്തേഷ്യ അല്ലെങ്കിൽ സെഡേഷൻസ് ഒക്കെ കൊടുക്കണം എന്നാ പറഞ്ഞേക്കണം. ഓക്കെ,
ഇനി ഇവിടെ എന്താണെന്ന് നോക്കിയാൽ അടുത്ത പാരഗ്രാഫില് വീനസ് കത്തീറ്റർ ആർ നോട്ട് പെർഫെക്റ്റ് ഫോർ ലോങ് ടേം യൂസ്. ഈ വീനസ് കത്തീറ്റർ എന്ന് പറയുന്നത് ലോങ് ടേം യൂസിന് അത് പെർഫെക്റ്റ് അല്ല. ആർ നോട്ട് പെർഫെക്റ്റ് ഫോർ ലോങ് ടേം യൂസ്. അതായത് നമുക്ക് ഒരുപാട് നാള് ഈ വീനസ് കത്തീറ്ററിൽ കൂടെ നമുക്ക് എന്താ ഈ ഡയാലിസിസ് ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. പറഞ്ഞേക്കുന്നത് നോട്ട് പെർഫെക്റ്റ് ഫോർ ലോങ് ടേം യൂസ്. ലോങ് ടേം യൂസിന് പെർഫെക്റ്റ് അല്ല ഏത് വീനസ് കത്തീറ്റർ. With a venous catheter, a patient may generate a blood clot, an infection, or causing the vein to narrow. Screen കാണുന്നില്ലേ? കാണാൻ പറ്റുന്നില്ലേ? ഇല്ലേ? ആർക്കും കാണുന്നില്ലേ? ഇല്ല. എന്നാൽ ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാം കേട്ടോ. കാണുന്നുണ്ടോ നോക്കിയേ? യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ വീനസ് കത്തീറ്റർ എന്ന് പറഞ്ഞ എന്താണ്, നമ്മൾ ഈ കുറെ നാളത് ലോങ് ടേം യൂസിന് അത് പെർഫെക്റ്റ് അല്ല. വീനസ് കത്തീറ്റർ ലോങ് ടേം യൂസിന് അത് പെർഫെക്റ്റ് അല്ല. പിന്നെ വീനസ് കത്തീറ്റർ പേഷ്യന്റ് മേ ജനറേറ്റ് എന്തൊക്കെ സംഭവിക്കാം, ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ കൂടെയൊക്കെ നമ്മൾ ഒത്തിരി നമ്മൾ ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ കൂടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വെയിൻസ് എന്താണ് മാരോ ഇടുങ്ങിയതാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ കൂടെ കുറെ നാള് നമ്മൾ ഈ ഡയാലിസിസ് ചെയ്യുവാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ലോങ് ടേം യൂസിന് അത് പെർഫെക്റ്റ് അല്ല. ഇത് ഏതിക്കടെയാണെന്നാ പറഞ്ഞ നമ്മൾ ചെയ്യുന്നത്, ഏതിക്കടെ നെക്കിക്കടെയാണ്. നെക്കിക്കടെയാണ് ഇത് കത്തീറ്റർ ഉള്ളിലേക്ക് വെക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ മൂലെണ്ണം എടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് കാണാം. ഓക്കെ, ബ്ലഡ് ക്ലോട്ട് ആവാനുണ്ട്, ക്ലോട്ട് ആവാനുള്ള സാധ്യതയുണ്ട്, ഇൻഫെക്ഷൻ ഉള്ളതുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വെയിൻസ് ഒക്കെ ഇടുങ്ങിയതാവാനുള്ള, ചുരുങ്ങാൻ ആരോ ഇടുങ്ങിയതാകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ വീനസ് കത്തീറ്റർ ലോങ് ടേം യൂസിന് അത് പെർഫെക്റ്റ് അല്ല. മനസ്സിലായില്ലേ? ലോങ് ടേം യൂസിന് പെർഫെക്റ്റ് അല്ല. However, if the patient wants to start hemodialysis right away, a venous catheter will work for several weeks or months till a surgeon can do a long-term access surgery and the AV fistula or AV graft has time to mature. എന്താ പറഞ്ഞേക്കുന്ന അവിടെ? ഓക്കെ, അപ്പൊ പേഷ്യന്റ് നമ്മൾ ശരിയായ രീതിയിലൂടെ ഹീമോഡയാലിസിസ് ചെയ്യുന്ന സമയം അത് ഏതാ ശരിയായ രീതി, ഏതാ ഫിസ്റ്റുലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റോ ആണ് ശരിക്കും നമ്മുടെ ഡയാലിസിസ് ചെയ്യാനുള്ള നമ്മള് ലോങ് ടേം യൂസിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ പേഷ്യന്റ് അത് ചെയ്യാനായിട്ട് ശരിയായ മാർഗത്തിലൂടെ പേഷ്യന്റിന് ആ ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം വരെ മതി ഇത്. A venous catheter will for several weeks or months. കണ്ടോ, കുറച്ച് ആഴ്ചകളോ അല്ലെങ്കിൽ മന്ത്, ഒരു മാസോ അങ്ങനെ മാക്സിമം അത്രയൊക്കെ നമുക്ക് അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. Then, till the surgeon can do a long-time access surgery, AV fistula, AV graft has time to mature. അതായത് ഇത്ര പറയുന്ന AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും ചെയ്ത് അതിന്റെ സർജറി ചെയ്ത് ആ വൂണ്ട് ഉണങ്ങി അതിൽ കൂടെ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം, അതുവരേക്ക് മാത്രമാണ് നമുക്ക് വീനസ് കത്തീറ്റർ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ 1-2 ആഴ്ചകളോ അല്ലെങ്കിൽ മാക്സിമം 1-2 അതിൽ കൂടുതൽ പറ്റില്ല, അത്രയും മാസങ്ങളോ ഒക്കെ മാത്രമാണ് കത്തീറ്ററിൽ കൂടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു താൽക്കാലികമായി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വീനസ് കത്തീറ്റർ എന്നുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നെക്സ്റ്റ് അതിന്റെ ഇത് മന്ത്സ് പറയുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യുന്നു കേട്ടോ. Both the AV fistula and the AV graft are outlined for long-term hemodialysis treatment. അല്ലെ, ലോങ് ടൈം ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ഏതാണ് ഉപയോഗിക്കുന്നത്? AV fistula, AV graft. People who get AV fistula are healed and ready to begin hemodialysis 2 or 3 months after their surgery. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിന്റെ മുന്നത്തെ ബാച്ചിന്
ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എത്ര സമയം എടുക്കും എന്നുള്ളത്. AV ഫിസ്റ്റുല ചെയ്ത് ആ സർജറി ചെയ്ത് ആ മുറിവ് മാറി അതിൽ കൂടെ ഹീമോഡയാലിസിസ് ചെയ്യാനായിട്ട് അത് എത്ര സമയം എടുക്കും? 2 to 3 months. അതിന്റെ സർജറി ചെയ്ത് ഹീൽ ആവാൻ, മുറിവ് ഉണങ്ങാൻ 2 or 3 മാസം എടുക്കും. അണ്ടർലൈൻ ചെയ്തിട്ടേ അത് AV fistula healed and ready to begin hemodialysis 2 to 3 months after their surgery. അവർക്കുടെ സർജറി ചെയ്ത് 2 or 3 മാസം ഒക്കെ ആയാൽ മാത്രമാണ് ആ സർജറിയുടെ മുന്നിൽ ഉറങ്ങി അതിൽക്കൂടെ ഹീമോഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, people who receive AV graft ആണെങ്കിലോ will be ready in 2 to 3 weeks. 2 or 3 ആഴ്ച കൊണ്ട് AV ഗ്രാഫ്റ്റ് സ്വീകരിക്കുന്ന ആളുകൾക്ക് അത് മുണ്ട് ഉണങ്ങി അതിൽ കൂടെ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റും. AV ഫിസ്റ്റുല ആണെങ്കിൽ എന്തോരം എടുക്കും സമയം? എത്ര എടുക്കും? 2 to 3 months. 2 to 3 months ആണ്. 2 മുതൽ 3 മാസം വരെ അവിടെ അത് ആ മുറിവ് ഉണങ്ങി ഡയാലിസിസ് ചെയ്യാൻ സമയം എടുക്കും. ഓക്കെ, മാറിപ്പോരുത് കേട്ടോ. ഇവിടെ നോക്കി AV ഗ്രാഫ്റ്റ് ആണെങ്കിലോ 2 to 3 weeks ആണ്. മാറരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. AV ഗ്രാഫ്റ്റ് റെഡി ആവാൻ 2 to 3 weeks ആണ്. AV ഫിസ്റ്റുല ആണെങ്കിൽ 2 to 3 months. 2 or 3 മാസം വേണ്ടി വരും ആ സർജറി ചെയ്ത് അതിന്റെ വൂണ്ട് ചെയ്ത് അതിന്റെ വൂണ്ട് ഉണങ്ങി അതിൽ കൂടെ ഹീമോഡയാലിസിസ് ചെയ്യാൻ. എന്നാൽ AV ഗ്രാഫ്റ്റ് ആണെങ്കിൽ 2 or 3 ആഴ്ച കൊണ്ട് ആ സർജറി ചെയ്തതിന്റെ മുറിവ് ഉണങ്ങി അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റും. Catheter are outlined for short timer trimmer temporary use. ഇതാണ് catheter ഷോർട്ട് ടൈം യൂസിനാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നിങ്ങൾ പഠിക്കാനുള്ളത്. ഹീമോഡയാലിസിസ് അതിന്റെ 3 തരത്തിലുള്ള അക്സസ് സൈറ്റുകൾ: AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, വാസ്കുലർ ആക്സസ് കാത്തീറ്റർ. ഓക്കെ, ഇനി അടുത്തത് D എന്ന് പറഞ്ഞത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ഇതാണ് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നത്. ഹീമോഡയാലിസിസ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, അത് ആ ഡയാലിസിസ് മെഷീൻ ഒക്കെ വേണമല്ലോ അത് ചെയ്യാനായിട്ട്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പെരിറ്റോണിയൽ ഡയാലിസിസ്. ആരെങ്കിലും വീട്ടിൽ തന്നെ ചെയ്യണ്ടോ? നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഡയാലിസിസ് വീട്ടിൽ തന്നെ ചെയ്യണവരുണ്ടോ? നിങ്ങൾ ചോദിച്ചപ്പോ വീട്ടിലാണ് ചെയ്യുന്നത്, ഞങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെന്ന് ഇല്ല അല്ലെ? ഇത് പെരിറ്റോണിയൽ ഡയാലിസിസ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുള്ള എക്യുപ്മെന്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ആ സൊല്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. In peritoneal dialysis, the blood is purified inside your own body instead of using a dialyzer machine. First, okay, നമ്മുടെ വയറ്റിൽ തന്നെ, അബ്ഡോമിൻ തന്നെ. Okay, the blood is purified inside your own body instead of using a dialyzer machine. Dialyzer machine വേണ്ട, അതിന് പകരം നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാം. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തോ? ഇങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. അത് ഏത് തരത്തിലുള്ള ഡയാലിസിസ് ആണെന്ന് ചോദിക്കും. Which of the following type of dialysis the blood is purified inside your own body instead of using a dialyzer machine? അത് തന്നെ ചോദിക്കും. ആ സെന്റൻസ് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഏതെഴുതും? ആൻസർ ഏതെഴുതും? നമ്മള് പെരിറ്റോണിയൽ ഡയാലിസിസ് എഴുതണം. പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് നമ്മുടെ ബോഡിയുടെ അകത്ത് വെച്ച് തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്. ഇനി എങ്ങനെയാ നമുക്ക് അത് ചെയ്യണമെന്ന് നോക്കാം. For this kind of dialysis, the lining of your abdomen or belly area, also called the peritoneum. ഇത് എക്സാമിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഈ തരത്തിലുള്ള ഡയാലിസിസിൽ നമുക്ക് അബ്ഡോമൻ ഓർ ബെല്ലി ഏരിയ, the lining of your abdomen, abdominന്റെ ലൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ? പാളി, ഒരു ലൈനിങ്. അബ്ഡോമൻ എന്ന് പറഞ്ഞാൽ എന്താ? വയറിന്റെ അകത്തുള്ള ഒരു പാളി തന്നെ, ഓർ ബെല്ലി ഏരിയ, അതിനെയാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നത്. The lining of abdomen is called the dash. എന്താണ്? പെരിറ്റോണിയം. അണ്ടർലൈൻ ചെയ്തിട്ടേതാ? 2 ലൈനിലും ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ. പെരിറ്റോണിയം, PERITONEUM, പെരിറ്റോണിയം. The lining of the abdomen is called the peritoneum. കിട്ടിയോ?
മനസ്സിലായിട്ടില്ലേ? ലൈനിങ് ഏതാ? അബ്ഡോമിനൽ ലൈനിങ്ങിന് പറയുന്ന പേരാണ് പെരിറ്റോണിയം. ഈസ് യൂസ്ഡ് ആസ് എ ഫിൽറ്റർ. അപ്പൊ ആ ലൈനിങ് ആണ് ശരിക്കും ഫിൽറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈസ് യൂസ്ഡ് ആസ് എ ഫിൽറ്റർ. നമ്മൾ ചായ അരിക്കൂലേ അല്ലെ? നമ്മൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ അരിപ്പയിൽ ഒഴിച്ച് അരിച്ച് നമ്മൾ അത് അതിന്റെ കട്ടും സാധനങ്ങളൊക്കെ നമ്മൾ കളയും. അതുപോലെ അപ്പൊ ഇവിടെ ആരാ അരിക്കുന്ന ആരാണ്? അവിടെ ഫിൽറ്റർ ചെയ്യുന്ന ആളാരാ? പെരിറ്റോണിയാണ്. ദ ലൈനിങ് ഓഫ് ദ അബ്ഡോമൻ. അബ്ഡോമന്റെ ലൈനിങ് നമ്മുടെ അരിക്കുകയാണ് കേട്ടോ. അബ്ഡോമന്റെ ലൈനിങ് അതാണ് ഫിൽറ്റർ ചെയ്യുന്നത്. Okay, before beginning peritoneal dialysis, a minor surgery is required to place a catheter or soft catheter എന്ന് പറഞ്ഞാൽ soft tube in your belly. അപ്പൊ ഇവിടെ നോക്കിയാൽ ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ഒരു ചെറിയൊരു സർജറി അവിടെ ചെയ്യണം. എന്നിട്ട് അവിടെ catheter അവിടെ പ്ലേസ് ചെയ്യണം. catheter എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സോഫ്റ്റ് ട്യൂബാണ്. നമ്മുടെ വയറ്റില് അവിടെ ഒരു ചെറിയൊരു ഹോൾ പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ catheter പ്ലേസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു ചെറിയൊരു സർജറി അത് എപ്പോഴും അവിടെ ഇരിക്കാം. ആ catheter അങ്ങനെ ഇരിക്കും. അതിന്റെ ടിപ്പിലേക്കാണ് ഈ സംഭവം നമ്മൾ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ ഒരു മൈനർ സർജറി അവിടെ ചെയ്യുന്നുണ്ട്. അന്ന് അത് ആ സർജറി ചെയ്ത് എന്താ ചെയ്യുന്നത്? ആ catheter നമ്മുടെ വയറ്റിലേക്ക് ബെല്ലിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സർജറി. ഓക്കെ, catheter എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ് ട്യൂബ്. സോഫ്റ്റ് ട്യൂബ് നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. In the course of each treatment, the belly area is little by little filled with the dialysate. Dialysate എന്ന് പറഞ്ഞാൽ a cleansing fluid made from the mixture of water, salt and other additives. Additives എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് വരുന്ന സാധനങ്ങൾ. നോക്കിയേ, ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡയലൈസേറ്റ്. ഡയലൈസേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ വാട്ടറും സോൾട്ടും അധികമായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ചേർന്ന ഒരു സൊല്യൂഷൻ ആണത്. ക്ലിൻസിങ് ഫ്ലൂയിഡ്, ഒരു ഫ്ലൂയിഡ് ആണത്. അത് നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് ആ catheter കൂടെ നിറയ്ക്കും. ബൈ ഏരിയ ഈസ് little by little filled with the dialysate. DIALYSATE. അപ്പൊ ഫില്ല് ചെയ്യുന്ന സാധനം എന്താ? ഡയലൈസേറ്റ് വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കും. ഓക്കെ, ഡയലൈസേറ്റ് വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കും ത്രൂ ദ catheter. കണ്ടോ, ആ catheter കൂടെ ആ ഡയലൈസേറ്റ് വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കും. അതെന്ന് പറഞ്ഞ ഒരു ബാഗിലെ ഒരു സൊല്യൂഷൻ ആണ്. അതൊരു ബാഗ് ഉണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ട്യൂബ് വഴി ഈ catheterലേക്ക് അത് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ ആ ബാഗിലുള്ള ആ സൊല്യൂഷൻ ഇല്ലേ, ഡയലൈസേറ്റ്, അത് നേരെ നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് കടക്കുക. അപ്പൊ ആ സൊല്യൂഷൻ നമ്മുടെ വയറ്റിന്റെ അകത്തുണ്ട്. നിങ്ങളുടെ വയറ്റിന്റെ അകത്തുണ്ടോ സൊല്യൂഷൻ? അവിടെ വന്നില്ലേ? ഇല്ലേ? സൊല്യൂഷൻ അവിടെ എത്തിയില്ലേ? അവിടെ കിടന്നോട്ടെ കേട്ടോ. സൊല്യൂഷൻ അവിടെ എല്ലാവർക്കും വയറ്റിൽ കിടന്നോട്ടെ. ഓക്കെ, വന്നില്ലേ? ഒന്ന് മനസ്സിൽ വിചാരിച്ചേ. ആ catheter കൂടെ ആ ഡയലൈസേറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ ആ എന്ത് ചെയ്തു? വയറ്റിന്റെ അകത്തേക്ക് അവിടെ നിറച്ചു. വയറ്റിൽ ആ സൊല്യൂഷൻ കിടക്കണ്ടോ? ഉണ്ടോ? അവിടെ കിടന്നോട്ടെ കേട്ടോ. പിന്നെ ഒന്നും ഒരു കുഴപ്പം ഉള്ള കാര്യമല്ല. നമുക്കൊരു ഡിസ്റ്റർബൻസും ഇല്ല. നോക്കിയേ, ആ blood flows normally through the area. ആ സംഭവം അവിടെ കിടന്നു എന്ന് വെച്ചാൽ വേറെ കുഴപ്പമില്ല. നമുക്ക് വീട്ടിൽ ബാക്കിയിട്ട് ജോലി ചെയ്യാം, നമുക്ക് കുളിക്കാം, വേറെ കളിക്കാൻ പോണേ കളിക്കാൻ പോവാം, എന്ത് ജോലി ചെയ്യുന്നതിന് കുഴപ്പമില്ല. ആ ഡയലൈസേറ്റ് നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കും. എന്നിട്ട് നോക്കിയേ, ആ ബ്ലഡ് ഫ്ലോസ് നോർമലി ത്രൂ ദ ഏരിയ. ആ നോർമലി ബ്ലഡ് ആ ഡയലൈസേറ്റ് കിടക്കുന്ന ഏരിയയിലേക്ക് വരൂലേ? അപ്പോൾ നോക്കി, എക്സ്ട്രാ ഫ്ലൂയിഡ് ആൻഡ് വേസ്റ്റ് പ്രോഡക്ട്സ് ആർ പുൾഡ് ഔട്ട് ഓഫ് ദ ബ്ലഡ് വെസൽ ഇൻടു ദ belly ഏരിയ ബൈ ദ ഡയലൈസേറ്റ്. കണ്ടോ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? ആ ബ്ലഡ് ആ സൊല്യൂഷനുള്ള സംഭവം അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഈ സൊല്യൂഷൻ എന്ത് ചെയ്യുന്ന അറിയോ? ബ്ലഡിലുള്ള ആ വേസ്റ്റുകളെയൊക്കെ വലിച്ചെടുക്കും. കണ്ടോ? pull down the blood vessel. Blood vessel നിന്ന് എന്ത് ചെയ്യുന്നു? അത് into belly area വയറ്റിന്റെ by the dialysate. Almost like a magnet. ഒരു മാഗ്നെറ്റ് അട്രാക്ട് ചെയ്യൂലേ? അയൺ ഇരുമ്പുകളെയൊക്കെ മാഗ്നെറ്റ് അട്രാക്ട് ചെയ്ത് കൊടുക്കൂലേ? അതുപോലെ ആ സൊല്യൂഷൻ വയറ്റിന്റെ അകത്തുണ്ട്. അപ്പൊ ആ ബ്ലഡ് വെസലിലേക്കൂടെ ബ്ലഡ് ആ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഈ ഡയലൈസേറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു അറിയോ? ആ ബ്ലഡിലുള്ള വേസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് വലിച്ചെടുക്കും.
ഓൾമോസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റ് പോലെ അവിടെ വലിച്ചെടുക്കും. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ്, കുറച്ച് സമയം കഴിയുമ്പോൾ ദ ഫ്ലൂയിഡ് മിക്സർ ഈസ് എംപെയർഡ് ഔട്ട്. ഒരു 4 മണിക്കൂറൊക്കെ മതിയാവും. അപ്പത്തേക്കും ആ ഡയാലിസിസ് കംപ്ലീറ്റ് ആവും. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സൊല്യൂഷൻ മുഴുവനും ബ്ലഡിലുള്ള, ആ ഭാഗത്ത് വരുന്ന ബ്ലഡിലുള്ള വേസ്റ്റുകളൊക്കെ വലിച്ചെടുത്തു. എന്നിട്ട് ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ്, കുറച്ച് സമയം കഴിയുമ്പോൾ, മണിക്കൂറുകൾ കഴിയുമ്പോൾ, എ ഫ്ലൂയിഡ് mixture is embedded out from the belly area using the same catheter at the back that was used at the beginning of the treatment. ആ ബാഗിലുള്ള സൊല്യൂഷൻ അല്ലേ നമ്മൾ വയറ്റിലേക്ക് നിറച്ചത്. എന്നിട്ട് ആ സൊല്യൂഷൻ വയറ്റിന്റെ അകത്ത് എടുക്കുമ്പോൾ ഡയാലിസിസ് ചെയ്ത ബ്ലഡിലുള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ വേസ്റ്റിനെയൊക്കെ വലിച്ചെടുത്തിട്ട് എന്നിട്ട് 4 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ച് ആ സൊല്യൂഷൻ ആ സെയിം കത്തീഡ്രിൽ കൂടെ തന്നെ നമുക്ക് ആ പഴയ ബാഗില്ലേ, ആ സൊല്യൂഷൻ ഇരുന്ന ബാഗ്, അതിലേക്ക് തന്നെ നമുക്കത് കളക്ട് ചെയ്യാം. Okay. Then peritoneal dialysis can be done almost everywhere. ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. If you have the supplies needed to the treatment, ആ ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള സപ്ലൈ കിട്ടിയാൽ മതി, ആ ഡയാലിസിസ് നമുക്ക് കിട്ടിയാൽ മതി. ആ ഡയാലിസിസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയാണ് ഇതിനകത്ത് PD എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഞാൻ ആ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തിടാം. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും. ഓക്കെ, ഞാൻ ഷെയർ ചെയ്ത് തരട്ടെ, ഷെയർ ചെയ്യട്ടെ അതൊന്ന്. ഓക്കെ.
ഇതിപ്പോ നിങ്ങക്ക് കേൾക്കാൻ പറ്റുണ്ടോ ഞാൻ പറയുന്നേ? കേൾക്കാൻ പറ്റും? യെസ്, നോക്കിയത് ഹീമോഡയാലിസിസ് ആണ് കേട്ടോ. ഡയലൈസർ കണ്ട, സർജറി ചെയ്ത് അവിടെ ഓപ്പൺ ചെയ്ത് ഇത് ഗ്രാഫ്റ്റ് ആണ്. കണ്ട, ട്യൂബ് വെച്ചിട്ട് അത് 3 വീഡിയോ വേറെ ഉണ്ട്. AV ഫിസ്റ്റുലയാണ്. കണ്ടോ, അത് നേരെ ഡയാലിസിസ് മെഷീനിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്ലഡ് അവിടെ വെച്ച് പ്യൂരിഫൈ ചെയ്തിട്ട് തിരിച്ച് ബ്ലഡ് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ, ബ്ലഡ് വെസൽസിലേക്ക് തന്നെ ബ്ലഡ് കയറ്റിവിടുക ചെയ്യുന്നത്. ഇതാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കത് ക്ലോസ് ചെയ്തിട്ട് പോകാം. ഇനി അടുത്തതാണ് പെരിറ്റോണിയ ഡയാലിസിസ്. കണ്ടോ, നമ്മുടെ വയറ്, അതാണ് ബെല്ലി, ആ പെരിറ്റോണിയാണ് ആ ലൈനിങ്. കണ്ടോ, കണ്ടോ, അതാണ് ആ കത്തീറ്റർ വയറ്റിന്റെ അകത്തേക്ക് വെക്കുക, ആ ട്യൂബ്. എന്നിട്ട് അവിടെ അതിന്റെ ആ ട്യൂബിലേക്ക് നമ്മൾ ആ വേറെ ട്യൂബ് കണക്ട് ചെയ്തിട്ട് ആ സൊല്യൂഷൻ ഒരു ബാഗിലുണ്ട് അവിടെ. ആ സൊല്യൂഷൻ നേരെ ആ കത്തീറ്റർ വഴി വയറ്റിന്റെ അകത്തേക്ക് ആ സൊല്യൂഷൻ നിറയ്ക്കുക, ഫില്ല് ചെയ്യുക ചെയ്യുന്നത്. എന്നിട്ട് അത് 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവും. കണ്ടോ, ഇതാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. വെയിനും ആർട്ടറിയും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന കണ്ടോ കണക്ഷൻ. അതിൽ കൂടെ നേരെ ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്നു, എന്നിട്ട് അവിടെ പ്യൂരിഫൈ ചെയ്യുന്നു, തിരിച്ച് ബ്ലഡ് ഇടുന്നു. പിന്നെ അടുത്തത് ഞാൻ കാണിക്കാം, ഗ്രാഫ്റ്റ് കാണിക്കാം കേട്ടോ. ഇതാണ് കത്തീറ്ററിന്റെ വാസ്കുലർ അസസ് കത്തീറ്റർ വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ബാക്കിത്തെ നമുക്ക് എന്നാ അടുത്ത നെക്സ്റ്റ്. അവിടെ ടീച്ചർ വെയിറ്റിംഗിലാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങളൊന്ന് നോക്ക് കേട്ടോ. യൂട്യൂബിൽ കയറി അതിന്റെ 3ന്റെ വീഡിയോസ്, ഫിസ്റ്റുല, ഗ്രാഫ്റ്റ്, നമ്മള് വാസ്കുലർ അസസ് ടീച്ചർ, അത് 3ന്റെയും അസസ് സൈറ്റുകളുള്ള ഇതൊന്ന് നോക്കാം കേട്ടോ. വീഡിയോസ് ഒന്ന് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിത്തെ നോക്കാം കേട്ടോ. ഓക്കെ.